ഹലോ ഫ്രണ്ട്സ്. സോ നമ്മ ഇപ്പൊ ഉള്ളത് ദേവിക മൂട്ടുശാലയിൽ നിന്നാണ്. ഇത് വിഘ്നേശ്വര കേറ്റേഴ്സിന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് വരുന്നത്. ഇത് വരുന്നത് നമ്മുടെ കടവന്തറ. സോ ഇവിടെ 365 ഡേയ്സ് നമുക്ക് സദ്യ കിട്ടും. അതും ഇലസദ്യ, നല്ല ഒരു 20 ഐറ്റത്തിന് മേലെയുള്ള ഇലസദ്യ, നോർമൽ ഓണസദ്യ പോലെ തന്നെ. സോ ഇവിടെ ഒരു വെയിറ്റ് ഏരിയ ഉണ്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ, നല്ല ആംബിയൻസോടെയാണ്. സോ ഇത് കയറി വരുമ്പോ തന്നെ നമുക്കൊരു നല്ലൊരു ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. അതെ, നമുക്ക് ഇവിടെ സീറ്റിംഗ് ഉണ്ട്, നമുക്ക് ഇരിക്കാനായിട്ട്. നമുക്ക് വലിയതല്ല, എന്നാലും നമുക്ക് ആവശ്യത്തിന് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ള ഒരു സ്പോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടി സാധിക്കും. സോ നമുക്ക് കുറച്ച് ഷോക്കേസുകളുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ ഒരു സൈഡിൽ ബാനറും ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ് അവർ തന്നേക്കണത്. സോ നമുക്ക് പലതരം പായസത്തിന്റെ കോംബോസ് ഉണ്ട് വരുന്നത്. ഒരു പായസം ഉള്ളതും 2 പായസം ഉള്ളതും പിന്നെ 2 പായസം കോംബോ ആയിട്ടുള്ളതും. സോ അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടാണ്, ജർമ്മനാണ്, പേര് നിക്കോ. ആൾക്ക് ഇവിടുത്തെ ഇലസദ്യ കഴിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാടൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് നമ്മളെ കൂടെ കൂടാനായിട്ട് ഇപ്രാവശ്യം നിക്കോ ഉണ്ട്. അതെ, എസ്പെഷ്യലി ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് വന്നപ്പോ തന്നെ നമുക്ക് ഓരോരോ വിഭവങ്ങളും നമ്മുടെ ഇലയിൽ വിളമ്പി തരുന്നുണ്ട്. അറിയാലോ എന്തൊക്കെയാണ് നമുക്ക് നോർമലി ഉള്ളതെന്നുള്ളത്. അതെ, അതെല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. ഏകദേശം ഒരു 20 മേലെ നമുക്ക് തരുന്നുള്ളതാണ്. കാരണം ഈ ഇലയും കൂടെ കൂട്ടിയിട്ടാണ് അല്ലെ? അതെ, ഇലയും ചോറും എല്ലാം ഇതിൽ പെടും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് വിളമ്പുന്നു. അപ്പൊ പുള്ളിക്കാരനായിട്ട് ഒരു എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പുള്ളിക്കാരൻ അറിയില്ല. അപ്പൊ എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. സോ ഇത് നല്ല നീറ്റ് ഹൈജീനിക് ആയിട്ടാണ് നമുക്ക് എല്ലാം അവർ കൊണ്ടുവന്ന് തരുന്നത് കേട്ടോ. സോ അത് മാത്രമല്ല, അവര് ഓരോ ഫുഡിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനും അവര് തരുന്നുണ്ട് എന്തൊക്കെയാണ്. കാരണം ശരി, എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് കഴിക്കാൻ അറിയാൻ വലുതായിട്ട് ഇതിന്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. സോ അപ്പൊ ഓരോന്നോരോന്നെ പുള്ളിക്കാരന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതിന്റെ കൂടെ നമുക്ക് പരിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പരിപ്പ് പ്ലസ് നെയ്യാണ്. അപ്പോ അത് പേടിക്കണ്ട, അപ്പൊ നെയ്യും കിട്ടും ഉള്ള ഇതാണ്. അറിയാലോ, നമുക്ക് ആദ്യം ഊണ് കഴിക്കുമ്പോ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നെയ്യും പരിപ്പും കഴിക്കുന്നത്. നേരിട്ട് ചോറിലേക്ക് ഒഴിക്കുന്നതിന് ഒരു സൈഡിൽ വെച്ചിട്ടാണ് പറയും നമ്മളോട്. സോ നമുക്ക് ചോറൊക്കെ എല്ലാം വിളമ്പി കഴിഞ്ഞു. ഇനി നമുക്ക് സാമ്പാറുണ്ട്, പിന്നെ മോരുണ്ട്, രസമുണ്ട്. രസവും മോരും നമുക്ക് സെപ്പറേറ്റഡ് ഗ്ലാസ്സിൽ തരുവാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാ സാധനം എല്ലാം സെറ്റാണ്. അപ്പോ ആള് ആദ്യം ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. നല്ല പരിപ്പും നല്ല നെയ്യും കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോ ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാലും ഇത് അടിപൊളി ടേസ്റ്റിയാണ്. സോ പിന്നെ ഇതിനകത്തൊരു സാധനം ഞാൻ മിസ് ചെയ്തു, പഴം മറന്നുപോയി ആക്ച്വലി. സോ നമ്മൾ ചോദിച്ചപ്പോഴാണ് അവർ പഴം കൊണ്ടുവന്നത്. അത് വേറൊന്നുമല്ല, അതിന്റെ ഇടയിൽ കറിയും ഒക്കെ എക്സ്പ്ലനേഷന് പോയപ്പോ അത് വിട്ടുപോയതാണ്. പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സദ്യ വരുന്നത്. സോ എന്നെക്കാളും കൂടുതൽ പുള്ളിക്കാരനാണ് ഇഷ്ടപ്പെട്ടത്. ആക്ച്വലി നമ്മളെക്കാട്ടി കൂടുതൽ എൻജോയ് ചെയ്തത് പുള്ളിയാന്ന് പറയാം. ഒരു ഇലയിൽ ഒരു സാധനം പോലും ബാക്കി വെക്കാതെ പുള്ളി നല്ല നീറ്റായിട്ട് കഴിച്ചെന്ന് പറയാം. അതെ, ആക്ച്വലി ഞാൻ എപ്പോഴും നോൺ വെജ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ എന്തായാലും സദ്യ കഴിച്ചു പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യ കഴിക്കണമല്ലോ. അതും ഈ ഓണ സമയത്ത് നമുക്ക് ഇവിടെ 365 ഡേയ്സ് സദ്യ ഉള്ളതാണ്. ഓണ സമയത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. ബട്ട് ഒരു പ്രത്യേക കാര്യം, ഓണത്തിന്റെ അന്ന് ഇവർക്ക് ഓണസദ്യ ഇല്ല, പായസം മാത്രമേ ഉള്ളൂ. സോ അത് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ വരണ്ട. ബട്ട് അല്ലാതെ ഓണസദ്യ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വന്നാൽ മതി. സോ നമ്മൾ എന്നോട് ഓരോ കാര്യങ്ങളും ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത്. സോ എന്റെ ഇല കംപ്ലീറ്റ് ആയി. അപ്പോ എന്റെ കറിയൊക്കെ അവിടെ തന്നെ ഉണ്ട്. എനിക്കത്ര ഞാൻ നോൺ വെജ് ആകാൻ പറ്റും. ഞാൻ പിന്നെ ആസ് യൂഷ്വൽ ചോറിനെയും കറിയും എല്ലാരെയും നോക്കി ഇരുന്ന് ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ പപ്പടം പായസം ഒക്കെ ഇട്ട് മിക്സ് ചെയ്യണം. അപ്പൊ പുള്ളിക്കാരുണ്ടോ പ്ലേറ്റ് എല്ലാം മുഴുവനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മ അതിന്റെ ഇടക്ക് ബോളിയും നമ്മുടെ പാലടയും ഉള്ള ഇതുണ്ട്. പിന്നെ നോർമൽ പരിപ്പ് പായസം ഉണ്ട്. സോ ഞാൻ കഴിക്കുന്നത് പരിപ്പ് പായസമാണ്. അപ്പൊ പപ്പടവും പഴവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പരിപ്പ് പായസം കഴിക്കാറുള്ളൂ. ഞാൻ ആക്ച്വലി പാലട മാത്രമേ കഴിച്ചുള്ളൂ. സോ എന്റെ എല്ലാം കുഴക്കാനുള്ള പ്ലാനിങ് ആണ്, സ്റ്റാർട്ടിങ് ആണ്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസമാണ് കേട്ടോ വന്നേക്കണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്വീറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അതായത് ഓവർ സ്വീറ്റ് അല്ല, എന്നാൽ ആർക്കാണെങ്കിലും നമുക്ക് കഴിക്കാവുന്ന ഒരു സ്വീറ്റ്നെസ് ആണ് നമുക്ക് തരുന്നത്. അപ്പോ പപ്പടവും പഴവും ആ പരിപ്പ് പായസം കഴിച്ചപ്പോ തന്നെ എന്റെ നാവിന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, ഒരു രക്ഷയില്ല. എനിക്ക് എങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളതാണ്. സോ പുള്ളിക്കാരനും ഞാൻ ആ കോമ്പിനേഷനിൽ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള രീതിയിൽ. സോ പുള്ളിക്കാരനും അത് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ. ഇപ്പൊ ഫോറിനേഴ്സ് അറിയാലോ, കൈ കൊണ്ടൊന്നും അങ്ങനെ കഴിക്കാത്ത ഒരു ആളാണ്. ബട്ട് നമ്മളുടെ തനി നാടൻ രീതിയിൽ കഴിക്കാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ പുള്ളിക്കാരനും ആ പായസം കഴിച്ചു. പായസത്തിന്റെ കൂടെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് ഒത്തിരി അച്ചാറൊക്കെ നക്കി കഴിക്കാനായിട്ട് പുള്ളിക്കാരനും നോക്കി. അപ്പൊ എന്റെ കഴിഞ്ഞു. അപ്പോ അടുത്തത് പുള്ളിക്കാരന് നമുക്ക് ട്രൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോളിയും പാലടയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന കാര്യമാണ്. അപ്പോ പുള്ളിക്കാരന് അടുത്ത അതാണ് ട്രൈ ചെയ്യാൻ പോണത്. സോ ബോളിയുടെ അകത്ത് അവർ പായസം ഒഴിക്കുകയാണ് കേട്ടോ. അതായത് പാലടയാണ് ഒഴിക്കുന്നത്. സോ അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര സ്വീറ്റ്നെസ് ആണെന്നാണ് വിചാരിച്ചത്. ബട്ട് അത്രക്കും സ്വീറ്റ് അല്ല, നമുക്ക് ടോളറബിൾ ആയിട്ടുള്ള സ്വീറ്റ് ആണ്. കാരണം പുള്ളിക്കാരൻ ആദ്യം സ്വീറ്റ് കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. ബട്ട് ഇത് കുഴപ്പമില്ലാതെ നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കൊരു പരിപ്പ് പായസത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബോളിയും ഈ പാലട പായസം കൂടെ വെച്ചിട്ടാണ് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ സ്വീറ്റ്നെസ് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ലാസ്റ്റ് നമ്മുടെ പച്ചമോരാണ്. സോ അതുകൂടെ കഴിച്ചപ്പോ ഓക്കെ ആയി, അത് ടാലിയുമായി. സോ അതിനിടയ്ക്ക് ഇവിടെ ഒരെണ്ണം തീർന്നിട്ടില്ല, മതിയായിട്ട്. ഞാൻ ആക്ച്വലി അവിടെ ശർക്കര വരട്ട് കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ആളും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമുക്ക് ഓവറോൾ ഫുഡ് അടിപൊളി ഫുഡാണ്, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ഉള്ള ഫുഡാണ് കേട്ടോ. പിന്നെ ഇവർക്ക് കാർ പാർക്കിംഗ്, ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആയാലും ഫാമിലിയോട് വരാനായിട്ട് നല്ലൊരു സ്പോട്ടാണ്. സോ ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.